ഹലോ. ആ അതെ അതെ, ഇക്കിളിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്ന ആള് ഞാൻ തന്നെ, കിങ്ങിണി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വോട്ട് എനിക്ക് എന്നെ ചെയ്യണം കേട്ടോ. എന്തോ അല്ലല്ല, പണ്ടത്തെ കൂട്ടൊന്നുമല്ല. ഇപ്രാവശ്യം പാട്ടും ആട്ടോ എല്ലാം ഉണ്ട്. ഇങ്ങ് പോന്നേക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ ആട്ടും. ആ ശരി ശരി. ഇവളിതുവരെ വന്നില്ലയോ? നേരെ വെളുത്തപ്പ ഇറങ്ങി പോയതാ ഒരുത്തി. പാട്ടുപാടാ ആളെ കൊണ്ട് തരാന്നും പറഞ്ഞുകൊണ്ട് ഇത്രേ സമയായി. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ടല്ലയോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തി. താണ്ടേ കുക്കർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. എനിക്ക് വയ്യ. ഇങ്ങ് വന്നാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വീട്. കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ കൈകൊട്ട് കളിക്ക് കുറെ കാശ് ഞങ്ങളെ നടിച്ചെടുത്തതാ. ഇത്തവണ നിന്നെ കൊണ്ട് പാരടി പാട്ട് എഴുതിച്ചിട്ട് വേണം എനിക്ക് അതിന്റെ പകുതിയെങ്കിലും തിരിച്ചു പിടിക്കാൻ. ഓക്കേ ചേച്ചി, എല്ലാ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യാം ചേച്ചി. പിന്നെ ഒരു കാര്യം, നീ വലിയ മ്യൂസിക് ഡയറക്ടർ ആണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കണത്. കുളമാക്കരുത്. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി കിങ്ങിണി ചേച്ചി, ചിഹ്നം കിണ്ടി. ചേച്ചി ചേച്ചി, കിങ്ങിണി ചേച്ചി, ചേച്ചി വന്നായിരുന്നാ? നമസ്കാരം ചേച്ചി. കിങ്ങിണി ചേച്ചിയുടെ കിണ്ടി. അയ്യോ, ചേച്ചിയുടെ ചിഹ്നം കിണ്ടി, അതാ അവൾ ഉദ്ദേശിച്ചത്. ആഹാ, ചിഹ്നം കിണ്ടി നമ്മൾ വിജയിപ്പിക്കും. നീ ബംഗാളിച്ചും കൊണ്ടാന്നോടി പാരടി പാട്ട് എഴുതിക്കാൻ പോകുന്നത്? എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിക്ക് ഒരു കാര്യം അറിയാം. എന്താ? ഇന്നത്തെ കാലത്ത് കൊടുക്കുന്ന കാശിന് ഇരട്ടി പണി ചെയ്യാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. അതുകൊണ്ട് പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. അരെ വാ, കേട്ടോ ചേച്ചി? കുട്ടടി കുങ്ങണിയുടെ കുണ്ട് കിട്ട് ചെറിയൊരു ബോട്ടണി ചേച്ചി നടന്നു വരുമ്പള് കിണ്ടി അവക്കടെ വരെ കിണ്ടി. ഇവളിങ്ങനെ പാടിക്കഴിഞ്ഞാ എന്റെ വിലയും പോവും, എന്റെ നിലയും പോവും. ദാണ്ടേ, ഇതിന് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. വീട്ടിൽ ഇരിക്കുന്ന നിന്റെ അച്ഛൻ അങ്ങേരെ എനിക്കൊന്ന് കാണണം. ഇതെന്തൊരിത്? ഇങ്ങനെ ഉണ്ടോ ഒരിത്? അല്ലെങ്കിലേ മൊത്തത്തിൽ ഒരിതായിട്ട് ഇരിക്കുമ്പോഴാ ഇപ്പം നാണ്ടടാ വേറൊരിത്. ചേച്ചി, ഇത് ഞാൻ ഇങ്ങെടുക്കുക. കൊടുത്തേക്ക് പാദം. ഇതെനിക്ക് വേണം. കഷ്ടം. ചേച്ചി ഇതെനിക്ക് തരണം. എനിക്കൊരു ഡൗട്ട്. എന്ത്? ഈ വള്ളി എവിടെ ഇടും? വള്ളി എവിടെ ഇടും? എന്തിനു പറഞ്ഞത്? അതായത് സച്ചി വിജയിപ്പിക്കുകയുടെ വള്ളി എവിടെ ഇടും? ചേച്ചി, ഇത് നമ്മൾ ഉദ്ദേശിച്ചല്ല, ഇത് വേറെ. കങ്ങനെ ചേച്ചിയുടെ കിണ്ടിയാണ് പ്രശ്നം. കിണ്ടി നമുക്ക് വേണ്ട. അതങ്ങനെ മാറ്റാനൊന്നും പറ്റൂലേട്ടാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയടേ? ചിഹ്നം മാറ്റണം. ചിങ്ങം മാറ്റി കഞ്ഞിയോ തുലാമോ ആക്കിയാലാ? അടല്ല സെറ്റ് സണം സണം കണ്ടേ കണക്കണ്ടേ. ഓ, ചിഹ്നം കിണ്ടി. എടി, അങ്ങനെ പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞാലേ ഇല്ല, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ട്? മുട്ടക്കട. മുട്ടക്കടയൊക്കെ ആരടി ചിഹ്നമായിട്ട് എടുക്കുന്നേ? അടല്ല സെച്ചി, അംബ്രല. അതൊന്നും വേണ്ട. ഇനി നീ ചിഹ്നം വെച്ച് പാട്ടേ ഉണ്ടാക്കണ്ട. ഓ, തൊട്ടി. ചേച്ചി ചിഹ്നം തൊട്ടി. ചേച്ചിക്ക് പറ്റിയതാ. ഒന്നാം പാടുള്ള മെമ്പടാവാൻ കച്ചക്കെട്ട് ഇറങ്ങിയ കണ്ണി ചേച്ചി കണ്ടിസിന മാട്ടി തൊട്ടി കെട്ടിയാൽ വോട്ടൊന്നും നിങ്ങൾക്ക് കിട്ടൂല. എന്റെ പ്രമാണ ചേച്ചി. ചേച്ചി, ചേച്ചി ടോണ് മാറുന്ന ചേച്ചി. നീ മിണ്ടരുതടി. നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ പ്രമാണം ഞാൻ പണയം വെച്ചത്. ഇനി ഞാൻ എന്തോ ചെയ്യും? ഇനി ഒരു ഒറ്റ വൈഡിയേ ഉള്ളൂ. എന്താടി? നമ്മളെ കയ്യിൽ പാടാൻ അറിയാവുന്ന ഒരാളുണ്ട്. ബക്കറ്റിൽ കക്കൂസ് ഉണ്ടോ? കക്കൂസിൽ ബക്കറ്റ് ഉണ്ടോ? പോയിട്. വാർത്ത കേൾക്കാനായി ഗ്രാമം കൊടുക്കാറുണ്ടെന്നും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ